Hello friends, welcome back to my channel Arraysworld. ഞാൻ ഇന്നിവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശമാവിൻ്റെ റെസിപ്പിയാണ്. ഇതിൽ ഞാൻ ഒട്ടും തന്നെ അരി ആഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇത് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ പ്രോട്ടീൻ ദോശ എങ്ങനെ ഇവിടെ ചെയ്യാൻ നോക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ദോശ ഇവിടെ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ആദ്യം എടുക്കുന്നത് നമ്മുടെ സാമ്പാർ പരിപ്പാണ്. അത് ഒരു 1/2 കപ്പാണ് ഞാനിവിടെ എടുക്കുന്നത്. അതിനുശേഷം ഞാൻ എടുക്കുന്നത് 1/2 കപ്പ് മസൂർദാളാണ്. ഇനി നമുക്ക് 1/2 കപ്പ് കടലപ്പരിപ്പ് ഇവിടെ എടുക്കാം. അരക്കപ്പ് ചെറുപയർ പരിപ്പ് ഇവിടെ എടുക്കാം. ഇനി ഞാൻ എടുക്കുന്നത് 1/2 കപ്പ് ചെറുപയറാണ്. അതിനുശേഷം ഒരു 1/2 കപ്പ് ഉഴുന്ന് പരിപ്പ് കൂടി ഇവിടെ ചേർക്കാം. ഇനി ഞാൻ എടുക്കുന്നത് ഒരു 1/4 കപ്പ് കടലയാണ്. അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ എടുക്കുന്നത് 1 സ്പൂൺ ഉലുവയാണ്. ഇതെല്ലാം നമുക്ക് നല്ലപോലെ ഇതിൽ മിക്സ് ചെയ്ത ശേഷം വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിയെടുക്കണം. റണ്ണിങ് വാട്ടറിൽ കഴുകണതാണ് കൂടുതൽ നന്നായിരിക്കുക. ഇതിലുള്ള പൊടികളും കല്ലൊക്കെ മാറാൻ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കഴുകുന്നത്. അതിനുശേഷം ഞാനിത് റണ്ണിങ് വാട്ടറിൽ ഒരു 2-3 പ്രാവശ്യം കഴുകിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് നല്ല ശുദ്ധമായ വെള്ളം ഒഴിച്ചിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. ഒരു നൈറ്റ് ഫുൾ നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതുപോലുള്ള മിക്സ്ഡ് ദാളിൻ്റെ പാക്കറ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. അത് വാങ്ങിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുമാതിരി ഒന്ന് സോക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിൽ ഞാനിപ്പോൾ ഇട്ട എല്ലാ ഐറ്റംസും ഇതിലുണ്ട്. എക്സ്ട്രാ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കടലയും അതുമാതിരി 1 സ്പൂൺ ഉലുവയും മാത്രം ആഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ കുറച്ചുകൂടി ഈസി ആവും. ഇല്ലയെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ചെയ്ത മാതിരിയെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. 1/2 കിലോ ഉള്ള ഈ പാക്കറ്റിന് 58 രൂപയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ധാന്യങ്ങളെല്ലാം ഇവിടെ നല്ലപോലെ സോക്കായി കഴിഞ്ഞിട്ടുണ്ട്. കടലയും അതുപോലെ എല്ലാം ഇവിടെ നല്ലപോലെ സോക്കായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഞാനിത് സോക്ക് ചെയ്യാൻ വെച്ച ആ സെയിം വെള്ളം തന്നെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല സ്മൂത്തായിട്ട് വേണം ഈ മാവ് ഇവിടെ അരച്ചെടുക്കാൻ. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഈ അരച്ചെടുത്ത മാവിലോട്ട് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 2 പച്ചമുളക് പൊടിയായി അരിഞ്ഞതും ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ്. ഇനി ഇതെല്ലാം ഇവിടെ നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ദോശമാവ് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നമുക്ക് അരച്ചെടുത്ത ഉടനെ തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ദോശ ചുടാം. പൊടിയായി അരിഞ്ഞ സവോള നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം. അതിനുശേഷം 2 സ്പൂൺ നെയ്യ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം.
ഈ ദോശയുടെ സൈഡ്സ് എല്ലാം നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറിച്ചിടാം. നമ്മുടെ പ്രോട്ടീൻ ദോശ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് കമൻറ്റ് ചെയ്യണം. കുട്ടികൾക്കും അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസിനെല്ലാം നമുക്കിത് കൊടുക്കാവുന്നതാണ്. ഇതിൽ ഞാൻ ഒട്ടും റൈസ് ആഡ് ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് റൈസ് ആഡ് ചെയ്യണം നിർബന്ധമാണെങ്കിൽ ബ്രൗൺ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോഴും ഇത് ഹെൽത്തി ആയിട്ടുള്ള ദോശ തന്നെ ആയിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. ഇനിയും ഇതുപോലുള്ള നല്ല കുറേ വീഡിയോസുകളുമായി കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.